ഗുഡ് മോർണിംഗ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ വരുന്ന ഫസ്റ്റ് ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ചാപ്റ്ററിലേക്ക് കടക്കാം. ഫസ്റ്റ് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ നമുക്കറിയാം ഫിനാൻസ് എന്താ. ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഓർഗനൈസേഷനും സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും അതുപോലെ ഏതൊരു ഓർഗനൈസേഷനും ഓപ്പറേറ്റ് ചെയ്യണമെങ്കിലും എന്ത് അത്യാവശ്യമാണ്? ഫിനാൻസ് അത്യാവശ്യമാണ്. ഫിനാൻസ് എന്ന് വെച്ചാൽ എന്താണ്? കയ്യിലുള്ള മണീനെയാണ് നമ്മളെന്ത് പറയുന്നത്? ഫിനാൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം മണി ഇല്ലാതെ, കയ്യിൽ പൈസ ഇല്ലാതെ, ക്യാഷ് ഇല്ലാതെ നമുക്ക് ഒരു ഡേ ടു ഡേ അഫയേഴ്സൊക്കെ മീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഏതൊരു എൻ്റർപ്രൈസസ് ആയിക്കോട്ടെ, വെദർ ബിഗ്, മീഡിയം ഓർ സ്മോൾ, ചെറിയതായിക്കോട്ടെ, മീഡിയം സൈസിലുള്ള ആയിക്കോട്ടെ, വലുതായിക്കോട്ടെ, ഏതൊരു എൻ്റർപ്രൈസസ് ആണെങ്കിലും അവരുടെ ഡെയിലി ഓപ്പറേഷൻസ് ക്യാരി ഔട്ട് ചെയ്യാനും അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനും അവർക്ക് എന്ത് അത്യാവശ്യമാണ്? ഫിനാൻസ് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഫിനാൻസ് ഇസ് എ ക്വൈറ്റ് എസെൻഷ്യൽ ഫോർ സ്റ്റാർട്ടിങ് ആൻഡ് ഓപ്പറേറ്റിംഗ് ബിസിനസ് എൻ്റർപ്രൈസസ്. ഒരു പുതിയൊരു എൻ്റർപ്രൈസസ് സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ആ പുതിയ എൻ്റർപ്രൈസസ് എന്ത് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും എന്ത് അത്യാവശ്യമാണ്? ഫിനാൻസ് എന്ന് പറയുന്നത് ക്വൈറ്റ് എസെൻഷ്യലാണ്, അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ ഒരു എക്സിസ്റ്റിംഗ് ഓർഗനൈസേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സിസ്റ്റിംഗ് ഓർഗനൈസേഷൻ ഓൺഗോയിങ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് അത്യാവശ്യമാണ്? ഫിനാൻസ് അത്യാവശ്യമാണ്. അപ്പോൾ ബിസിനസ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ് ഫിനാൻസ് അല്ലെങ്കിൽ മണി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഫിനാൻസ് എന്ന് പറയുന്നത് ഈസ് എ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ്. ഫിനാൻസ് എന്ന് പറയുന്നത് എന്താണ്? ബിസിനസ്സിൻ്റെ ലൈഫ് ബ്ലഡ് ആണെന്ന് പറയാം, ജീവരക്തം എന്നൊക്കെ പറയില്ലേ. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ സോൾ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. നമ്മുടെ മൊത്തം എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താ? മണി ഡീൽ ചെയ്യുന്ന ആക്ടിവിറ്റീസിനാണ് നമ്മളെന്ത് പറയുന്നത്? എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ സോളാണ് എന്ത് പറയുന്നത്? ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫിനാൻസിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. നെക്സ്റ്റ് വരുന്നതാണ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് എ ബിസിനസ് ഫിനാൻസ്. ഫിനാൻസിൻ്റെ മീനിങ്ങും ഡെഫിനിഷനാണ് നോക്കാനുള്ളത്. ആദ്യം ഫിനാൻസ് എന്താ നമുക്ക് ഒന്നും കൂടെ നോക്കാം. ദ വേർഡ് ഫിനാൻസ് കം ഫ്രം ഓൾഡ് ഫ്രഞ്ച് വേർഡ് ഫൈൻ. ഓൾഡ് ഫ്രഞ്ച് വേർഡ് ആയിട്ടുള്ള ഫൈൻ എന്നുള്ള വേർഡിൽ നിന്നാണ് ഫിനാൻസ് എന്നുള്ള വേർഡ് എന്ത് വന്നിട്ടുള്ളത്. ഈ ഫൈൻ എന്നുള്ള വേർഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ടു പേ, സെറ്റിൽ ഓർ ഫിനിഷ്. ഒന്ന് പേ ചെയ്യുക, സെറ്റിൽ ചെയ്യുക, ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഫൈൻ എന്നുള്ള വേർഡിൻ്റെ അർത്ഥം. According to Oxford Dictionary, the word finance means management of money. Oxford Dictionary പ്രകാരം ഫിനാൻസ് എന്ന് പറയുന്നത് എന്താണ്? മാനേജ്മെൻറ്റ് ഓഫ് മണിയാണ്. മണീനെ മാനേജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിനാൻസ് എന്ന് പറയുന്നത് എന്നാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി അഭിപ്രായപ്പെടുന്നത്. ഇനി നമുക്ക് ഒരു ഡെഫിനിഷൻ നോക്കാം. ഇൻ ദി വേർഡ്സ് ഓഫ് പ്രാതർ ആൻഡ് വേർട്ട്, ഫിനാൻസ് കൺസിസ്റ്റ് ഓഫ് റേസിംഗ്, providing, managing of all the money, capital, funds of any kind to be used in connection with the business. ബിസിനസ്സുമായിട്ട് കണക്റ്റ് ചെയ്തിട്ടുള്ള ഏതൊരു ഫണ്ടോ ക്യാപിറ്റലോ മണിയോ അതിനെ എന്ത് ചെയ്യുക? റൈസ് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക, മാനേജ് ചെയ്യുന്നതിനെ കൺസിസ്റ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ഫിനാൻസ് എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയുകയാണ്, നമ്മളെ ബിസിനസ്സുമായിട്ട് കണക്ഷൻ ചെയ്യുക അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതൊരു ഫണ്ടോ അല്ലെങ്കിൽ ക്യാപിറ്റലോ മണി എന്ത് ചെയ്യുക? ഈസിലി എന്ത് ചെയ്യുക? റൈസ് ചെയ്യുന്നതിനെയും പ്രൊവൈഡ് ചെയ്യുന്നതിനെയും മാനേജ് ചെയ്യുന്നതിനെയും ഈ ആക്ടിവിറ്റീസൊക്കെ കൺസിസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫിനാൻസിൽ പറയുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറയുകയാണ്, ഫിനാൻസ് എന്ന് പറയുന്നത് എന്താണ്? ഏതൊരു ഓർഗനൈസേഷനും അത്യാവശ്യമായിട്ടുള്ള എലമെൻ്റ് ആണ്. അവർക്ക് ഓപ്പറേഷൻസ് മീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് എന്ത് ചെയ്യാനും ഗോൾസ് അച്ചീവ് ചെയ്യാനൊക്കെ എന്ത് അത്യാവശ്യമാണ്? ഫിനാൻസ് അത്യാവശ്യമാണ്. അതുകൊണ്ട് ലൈഫ് ബ്ലഡ് എന്ന് പറയുന്നുണ്ട്. എക്കണോമിക് ആക്ടിവിറ്റിയുടെ സോൾ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഫിനാൻസ് തന്നെയാണ്. ഫ്രഞ്ച് വേർഡായിട്ടുള്ള ഫൈൻ എന്നാണ് ഫിനാൻസ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഫൈൻ എന്നുള്ള വേർഡിൻ്റെ അർത്ഥം ടു പേ, സെറ്റിൽ ഓർ ഫിനിഷ് എന്നാണ്. ഓക്സ്ഫോർഡ് ഡിക്ഷണറി പ്രകാരം ഫിനാൻസ് എന്ന് പറയുന്നത് എന്താണ്? മാനേജ്മെൻറ്റ് ഓഫ് മണിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് നാച്ചർ ഓഫ് ഫിനാൻസ്. ഫിനാൻസിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ കുറച്ച് സ്വഭാവങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ വരുന്ന ഫസ്റ്റ് നാച്ചറാണ് ഫിനാൻസ് ഫങ്ഷൻ ഈസ് റിലേറ്റഡ് ടു ഓവറോൾ മാനേജ്മെൻറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ഓവറോൾ മാനേജ്മെൻറ്റിന് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫങ്ഷനാണ് ഫിനാൻസ് ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവ്സ് ഒക്കെ മീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഓവറോൾ മാനേജ്മെൻറ്റ് സക്സസ്ഫുൾ എല്ലാം ഡീൽ ചെയ്യുന്നത് എന്തായിരിക്കും? ഫിനാൻസ് ഫങ്ഷൻസ് ആയിരിക്കും. അപ്പോൾ ഫിനാൻസ് ഇല്ലെങ്കിൽ ആ മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ ഓവറോൾ മാനേജ്മെൻറ്റ് എന്തായിട്ട് മാറും? ഫെയിലായിട്ട് മാറും. അപ്പോൾ ഫിനാൻസ് എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. അതാണ് ഫിനാൻസിൻ്റെ ഫസ്റ്റ് നാച്ചർ.
സെക്കൻഡ് നേച്ചറാണ് ഫിനാൻസ് ഫങ്ഷൻ ഈസ് റിലേറ്റഡ് ടു അതർ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ മറ്റ് ഫങ്ഷൻസിനെ എന്ത് റിലേറ്റ് ചെയ്യുന്നുണ്ട്? ഫിനാൻസ് ഫങ്ഷൻ റിലേറ്റ് ചെയ്യുന്നുണ്ട്. ഫിനാൻസ് എന്ന് പറയുന്നത് ക്ലോസ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ബിസിനസ് ഓപ്പറേഷൻസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ മാർക്കറ്റിങ്ങിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഫിനാൻസ് ക്ലോസ്ലി റിലേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം പ്രൊഡക്ഷൻ മാർക്കറ്റിംഗ് ഒക്കെ നടക്കണമെങ്കിൽ എന്ത് അത്യാവശ്യമാണ്? ഫിനാൻസ് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഈ ഫിനാൻസ് ഫങ്ഷൻ ഓർഗനൈസേഷൻ്റെ മറ്റുള്ള മറ്റ് ഫങ്ഷൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓർഗനൈസേഷൻ്റെ ഫിനാൻസ് ഫങ്ഷൻ എഫിഷ്യൻ്റ് അല്ലെങ്കിൽ മറ്റ് ഫങ്ഷൻസ് എന്താവും? ഫെയിൽഡ് ആവും എന്നാണ് സെക്കൻഡ് നാച്ചുറൽ പറയുന്നത്. തേർഡ് നാച്ചറാണ് ഫിനാൻസ് ഫങ്ഷൻ ഈസ് നെസസറി ഫോർ ഓൾ ടൈപ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ്. ഫിനാൻസ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല വന്നിട്ടുള്ളത്. ഫിനാൻസ് ഫങ്ഷൻ എന്ന് പറയുന്നത് എല്ലാ ടൈപ്പ് ഓഫ് എൻ്റർപ്രൈസസിനും എന്താണ്? അത്യാവശ്യമാണ്. പ്രൈവറ്റ് എൻ്റർപ്രൈസസ് ആയിക്കോട്ടെ, അതുപോലെ പബ്ലിക് എൻ്റർപ്രൈസസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബിഗ് അല്ലെങ്കിൽ സ്മോൾ എൻ്റർപ്രൈസസ് ആയിക്കോട്ടെ, ലേബർ ഇൻസെൻറ്റീവ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻസെൻറ്റീവ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് കമ്പനീസ് ആയിക്കോട്ടെ, ട്രേഡിംഗ് എന്തോ ആയിക്കോട്ടെ, ഏത് ബിസിനസ് ഓർഗനൈസേഷനും എന്ത് അത്യാവശ്യമാണ്? ഫിനാൻസ് എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. നെക്സ്റ്റ് ഫോർത്ത് പോയിൻ്റ് ആണ് ഫിനാൻസ് ഫങ്ഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ സർവൈവൽ ആൻഡ് ഗ്രോത്ത് ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ സർവൈവലിനും ഗ്രോത്തിനും നിലനിൽപ്പിനും വളർച്ചയ്ക്കും എന്ത് അത്യാവശ്യമാണ്? ഫിനാൻസ് അത്യാവശ്യമാണ്. നമുക്കറിയാം ഫിനാൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നത്? സർവൈവ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു ഫിനാൻസ് ഇല്ലെങ്കിൽ എന്താവും അവസ്ഥ? ഫിനാൻസിനെ നോട്ട് ഡിസ്ചാർജ്ഡ് എഫിഷ്യൻ്റ്ലി ഡിസ്ചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ബിസിനസ് ഓർഗനൈസേഷൻസ് എഫിഷ്യൻ്റ് ആയിട്ട് സർവൈവലും ഗ്രോത്തും എന്ത് ചെയ്യില്ല? നടക്കില്ല. അപ്പോൾ നെക്സ്റ്റ് പോയിൻ്റ് ആണ് ഫിനാൻസ് ഫങ്ഷൻ ഈസ് ഓർഗനൈസ്ഡ് ഡിഫറെൻ്റ്ലി ഇൻ ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻസ്. ഇപ്പോൾ ഫിനാൻസ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഓരോ ഓർഗനൈസേഷനിലും മറ്റു ഓർഗനൈസേഷനിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറെൻ്റ് ആവുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ എല്ലാ ടൈപ്പ് ഓഫ് എൻ്റർപ്രൈസസിനും എന്താ ഒരേപോലെ ആവില്ല? ഫിനാൻസ് ഫങ്ഷൻ ഒരുപോലെ ആവില്ല. അപ്പോൾ ഓർഗനൈസേഷൻ ഓഫ് ഫിനാൻസ് ഫങ്ഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദി സം ഫാക്ടേഴ്സ്. ചില ഫാക്ടേഴ്സിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഫിനാൻസ് ഫങ്ഷനും മാറ്റം വരുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ എന്തിൻ്റെ ഓർഗനൈസേഷൻ്റെ സൈസിനനുസരിച്ചിട്ട് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഫിനാൻസ് ഫങ്ഷൻ മാറുന്നുണ്ട്. അതാണ് പറയുന്നത് ഫിനാൻസ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് ഡിഫറെൻ്റ്ലി ഇൻ ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻസ്. ഓരോ ഓർഗനൈസേഷൻ ബിസിനസ്സിൻ്റെ നാച്ചറൊക്കെ അനുസരിച്ചിട്ട് ഓരോ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഫിനാൻസിൻ്റെ ഫങ്ഷൻസ് ഡിഫറെൻ്റ് ആയിട്ട് മാറുന്നുണ്ട്. നെക്സ്റ്റ് സിക്സ്ത് പോയിൻ്റ് ആണ് ഫിനാൻസ് ഫങ്ഷൻ ഈസ് ഡിഫറെൻറ്റ് ഫ്രം അക്കൗണ്ടിങ് ഫങ്ഷൻസ്. ഫിനാൻസ് ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അക്കൗണ്ടിങ് ഫങ്ഷനിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. നമുക്കറിയാം ഫിനാൻസ് ഫങ്ഷൻ ഈസ് ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് അക്കൗണ്ടിങ് ഫങ്ഷൻ. ഫിനാൻസ് ഫങ്ഷൻ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഫങ്ഷനുമായിട്ട് എന്താണ്? ക്ലോസ്ലി റിലേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. പക്ഷേ ഫിനാൻസ് ഫങ്ഷൻ എന്ന് പറയുന്നത് എന്തല്ല? അക്കൗണ്ടിങ് ഫങ്ഷൻ അല്ല. അത് റിലേഷൻ മാത്രമേ ഉള്ളൂ. ഫിനാൻസ് ഫങ്ഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിങ്ങിനുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഫങ്ഷനാണ് ഫിനാൻസ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അക്കൗണ്ടിങ് ഫങ്ഷൻ ഈസ് കൺസിഡർഡ് ടു ബി ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻപുട്ട് നെസസറി ഫോർ ദി ഫിനാൻസ് ഫങ്ഷൻ. ഈ അക്കൗണ്ടിങ് ഫങ്ഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് ആയിട്ട് മാത്രമേ എന്തിനു മാറുന്നുള്ളൂ? ഫിനാൻസ് ഫങ്ഷനെ അക്കൗണ്ടിങ് ഫങ്ഷൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത്രയാണ് ആ പോയിന്റിൽ പറയുന്നത്. സെവൻത്ത് പോയിന്റ് ആണ് ഫിനാൻസ് ഫങ്ഷൻ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബോത്ത് ബൈ എക്സ്റ്റേണൽ നീഡ്സ് ആൻഡ് മാനേജ്മെൻറ്റ് കൺസിഡറേഷൻസ്. ഈ ഫിനാൻസ് ഫങ്ഷനെ എക്സ്റ്റേണൽ നീഡ്സും അതുപോലെ മാനേജ്മെൻറ്റ് കൺസിഡറേഷനും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹെൽപ്പിംഗ് മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്താൽ മാത്രമേ ഒരു ബിസിനസ്സിൽ എന്ത് നടക്കുകയുള്ളൂ? ഫിനാൻസ് ഫങ്ഷൻ നടക്കുകയുള്ളൂ. അതാണ് മാനേജ്മെൻറ്റ് കൺസിഡറേഷൻ എന്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്? ഫിനാൻസ് ഫങ്ഷനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ നീഡ്സ് എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഗവൺമെൻറ്, അതുപോലെ റെഗുലേഷൻസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളില്ലേ, ലോസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള എക്സ്റ്റേണൽ നീഡ്സും എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ഫിനാൻസ് ഫങ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നാച്ചേഴ്സ് ഓഫ് ഫിനാൻസ്.